ആദ്യമായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറ്റി നിർത്തിയതിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി. ഞാൻ ഒരു പ്രൈവറ്റ് സ്കൂളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു ടീച്ചർ കുറച്ച് കൃപാസന പത്രം കൊണ്ടുവന്നു. ആദ്യത്തെ മാസം വായിച്ചു. ഇത് എന്താണോ ഇതിൽ മറ്റു മുക്കുവരുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ കാര്യമായിട്ട് വിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെയും കിട്ടി. അങ്ങനെ വായിച്ചപ്പോഴാണ് ഇങ്ങോട്ട് വരണം എന്ന് തോന്നി. ഉടമ്പടി എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ ശനിയാഴ്ചകളിൽ ഞാൻ നോയമ്പ് എടുക്കാറുണ്ട്. അങ്ങനെ ഒരു ആഗസ്റ്റ് പകുതിയായപ്പോൾ കൃപാസനത്തിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെ ഇവിടെ വന്ന് ആദ്യം പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോൾ ഉടമ്പടി എടുക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ഇതെന്ന് മനസ്സിലായപ്പോൾ ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ വെച്ചു. ആദ്യം തന്നെ എനിക്ക് സാധിച്ചു കിട്ടിയത് ഉടമ്പടി വയ്ക്കാത്തൊരു നിയോഗമാണ്. അതായത് ഒരു 4 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തപ്പോൾ അപ്പോൾ ബ്രസ്റ്റിലൊരു വേദനയും തടിപ്പൊക്കെ കണ്ടു. ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. സ്കാനിങ്ങിന് പോകുമ്പോൾ ഞാൻ ഈ കാശ് രൂപം ഇവിടെ വേദനയുള്ള ഭാഗത്തൊക്കെ വെച്ചിട്ട് 90 പ്രാവശ്യം ഈ അമ്മയുടെ പ്രത്യക്ഷത്തിൽ സാക്ഷിയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്ത് കുഴപ്പമില്ല. പക്ഷേ 6 മാസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞു. ഞാൻ സർജനെ കാണിച്ചു. അപ്പോൾ സർജൻ പറഞ്ഞു ഒരു മാമോഗ്രാം ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാമോഗ്രാം ചെയ്യാൻ പോകുമ്പോഴും ഇതുപോലെ ഞാൻ കാശ് രൂപം കൈ പിടിച്ച് കുറേ പ്രാർത്ഥിച്ചു പോയി. ഞാൻ അമ്മയെ കൂട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ ആരെയും കൊണ്ടുപോയില്ല. അങ്ങനെ മാമോഗ്രാം ചെയ്തു. അപ്പോൾ ഈ വേദനയും തടിപ്പൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പേടിക്കാനേ ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചതെന്താണ്. രണ്ടാമത് അതുപോലെ എൻ്റെ മകനെ അവൻ ഇലക്ട്രീഷ്യനാണ് പഠിച്ചത്. ഇലക്ട്രീഷ്യൻ പഠിച്ചവർക്ക് നന്നായി ഹാർഡ് വർക്കുള്ളൊരു ജോലിയെ കിട്ടുള്ളൂ. അതുപോലെ ജോലിയും കിട്ടാനില്ല. അങ്ങനെ രണ്ടാമത്തെ നിയോഗമാണ് ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് നല്ലൊരു കമ്പനിയിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ ജോലി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനൊരു ദിവസം ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ പോകുമ്പോൾ പാസ്സാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഞാനിവിടെ വീട്ടിലിരുന്ന് അതിനു മുമ്പ് ഞാൻ 7 പ്രാവശ്യം ഈ പ്രത്യക്ഷ പ്രാർത്ഥന ദിവസവും ഈ ഒരു നിയോഗത്തിന് വേണ്ടി ചെല്ലുമായിരുന്നു. കൈവിരിച്ച് പിടിച്ചിട്ട് ചെല്ലുമായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ ചെന്നു. അവരുടെ എക്സ്പീരിയൻസുള്ള കുറേ ചേട്ടന്മാരൊക്കെ വന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞ പോലെ മെറിറ്റ് കൊണ്ടല്ല, ഗ്രേസ് കൊണ്ട് മാത്രമാണ് അവിടെ അവന് ജോലി കിട്ടി. എക്സ്പീരിയൻസുള്ള ചേട്ടന്മാരെയൊന്നും എടുത്തില്ല. ഇവന് കിട്ടി. അതൊരു വലിയ അനുഗ്രഹമായി തരുന്നു. മൂന്നാമത് പിന്നെ മോള് അതുപോലെ നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ പരീക്ഷയുടെ സമയത്ത് ഒരു സബ്ജക്റ്റ് നല്ല ടഫായിരുന്നു. അപ്പോൾ ജയിക്കുമോ എന്ന് തന്നെ സംശയമായിരുന്നു. അപ്പോൾ അമ്മയുടെ ചെറിയൊരു കാശ് രൂപം കൈ പിടിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോയത്. അതുപോലെ ഞാൻ പറഞ്ഞു അമ്മയാണ് പേപ്പർ നോക്കണത്, നമ്മുടെ കഴിവുകളല്ലല്ലോ, എന്തായാലും ജയിക്കും. അതുപോലെ തന്നെ അവളുടെ ബാച്ചിലെല്ലാവരും ജയിക്കണമെന്നാണ് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അതേപോലെ ഫസ്റ്റ് ഇയറിലെ പോലെ ഫസ്റ്റ് ക്ലാസ് ജയിച്ചു. ഫസ്റ്റ് ക്ലാസ് നല്ല മാർക്ക് കിട്ടി. പിന്നെ അതുപോലെ എല്ലാവരും ജയിച്ചു. അവരുടെ ബാച്ചിലെല്ലാവരും ജയിച്ചു. 4മത്തെ സാക്ഷ്യം എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ്. അനിയത്തിയുടെ ഭർത്താവ് ഒരു കിഡ്നി പേഷ്യൻ്റാണ്. അത് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യാനാണ്. പെട്ടെന്നൊരു ദിവസം അവന് സ്ട്രോക്ക് വന്നു. തീരെ നടക്കാനൊന്നും പറ്റാണ്ടായി. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇനി നടക്കുമോ എന്നതിന് സംശയമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പ്രത്യേകം ഇതുപോലെ ഉപ്പിട്ടിട്ട് കഞ്ഞി കൊടുത്തു ദിവസവും. അത് കൊടുത്തു. പിന്നെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രത്യേകം ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥനയിൽ പ്രത്യേകം അവരുടെ കാര്യങ്ങളാണ് കൂടുതലും എനിക്ക് പറയാനുള്ളത്. അവർ അവർക്ക് എപ്പോഴും വയ്യായാണ്. കിഡ്നി പേഷ്യൻ്റ് ആയതുകൊണ്ട് എപ്പോഴും അതുപോലെ പോയ സ്ട്രോക്ക് വന്നത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി നടക്കാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് വീണ്ടും ബ്ലോക്ക് വന്നു ഇതുപോലെ ICUലാക്കി 2 ദിവസം ICUൽ കിടന്നു. തിരിച്ചു വന്നു. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ചെന്നിട്ട് ഇതുപോലെ വിശുദ്ധ തൈലം പുരട്ടിയിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണ്ട, എത്രയും വേഗം നമുക്ക് വീട്ടിലേക്ക് പോവാം, മരുന്ന് കഴിച്ചാൽ മതിയെന്ന്. അതുപോലെ പിന്നൊരു ദിവസം അതുപോലെ ഇങ്ങോട്ട് ഞാൻ പുതുക്കാൻ വന്ന സമയത്ത് ബ്ലഡിൽ മറ്റേ കൗണ്ടില്ല, HB, പിന്നെ അതുപോലെ പ്ലേറ്റ്ലേറ്റ് ഒക്കെ അബ്നോർമലായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം അവിടെ ബ്ലഡ് കയറ്റാൻ വേണ്ടി അവനെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രാവിലെ സമയത്ത് തന്നെ അപ്പോൾ അവിടെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് കയറ്റാം ബ്ലഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാതും നോർമലായി. ഡോക്ടർക്ക് തന്നെ ഭയങ്കര അതിശയമായി തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ ആളെന്നെ പറഞ്ഞു 2 പേര് കൃപാസനത്തിൽ പോയിട്ടുണ്ട്, അതൊരു അവിടെ പോയി അമ്മോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചതെന്ന്. അതിനൊരു1000 നന്ദി. പിന്നെ അതുപോലെ ഞാൻ 10 വർഷം മുമ്പ് 2 വീലറിൻ്റെ ലൈസൻസ് എടുക്കാൻ പോയ ആളാണ്. പേടിച്ചിട്ട് 5 പ്രാവശ്യം തോറ്റിട്ട് പോകുന്നു. പിന്നെ ഇനി അത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച വീട്ടിലൊരു വണ്ടിയുള്ളത് പോലും മോൻ ജോലിക്ക് പോയപ്പോൾ ഞാൻ ഓടിക്കണില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തു.
ഇവിടെ വന്നിട്ട് ഇതുപോലെ ദിവസവും പള്ളിയിലേക്ക് പോകണം അങ്ങനെയൊക്കെ. അപ്പോൾ മോൻ പറഞ്ഞു അമ്മ ഒരു വണ്ടി വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം പുതുക്കാൻ വന്നപ്പോൾ ഞാനൊരു കീച്ചയ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കീച്ചയ്യം ബാഗും എങ്ങനെ കൊളത്തിയിടാം എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ അതിങ്ങനെ വണ്ടി നോക്കിയപ്പോഴാണ് നമ്മുടെ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട അതേ കളറ്, ഗ്രേ കളറിലുള്ള വണ്ടി എന്നെ കിട്ടി. അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അമ്മ എന്തായാലും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും അതിൽ കയറിയിരിക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെയുള്ള പോലെയാണ്. ഈ കാശ് രൂപം കഴുത്തിട്ടാണ് ഞാൻ എപ്പോഴും പോകുള്ളൂ. അത് ഓടിക്കുമ്പോൾ എല്ലാവർക്കും അത് ചെയ്യാം. ഞാനത് വണ്ടി ഓടിക്കണം കണ്ടിട്ട് എൻ്റെ മക്കളൊക്കെ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അമ്മയ്ക്ക് മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ട് തോന്നില്ല, പക്ഷേ എനിക്ക് അത്രയും പേടിയായിരുന്നു. അതെനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നി. അതൊക്കെ ഈ ഉടമ്പടിയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ അനിയത്തിക്ക് വീടുണ്ടായിരുന്നില്ല, ഒരു വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ വീട് പണിയാൻ വേണ്ടിയിട്ട് കുറേ 4 അടി വഴിയുള്ള ഒരു സ്ഥലമാണുള്ളത്. അപ്പോൾ ഇവനാണെങ്കിൽ വയ്യാതിരിക്കുകയാണല്ലോ. അപ്പോൾ അവനൊരു വിഷമം, മരിക്കുന്നേക്കാളും മുമ്പ് എനിക്കതൊരു സാധിക്കുക, ഒരു വീട് പണിതിട്ട് താമസിക്കാൻ, അങ്ങനെ ഒരു ഇതാണ്. അത് കഴിഞ്ഞ് കുറേ പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കൂടുതൽ അവരുടെ നിയോഗങ്ങളാണ് എപ്പോഴും എഴുതുക. അത് കഴിഞ്ഞ് അപ്പോൾ അവർക്ക് വീട് പണിയാനായിട്ട് സിസ്റ്റേഴ്സ് സാങ്ഷനാക്കി കൊടുത്തു. അതിൻ്റെ ഇടയിൽ അവർക്ക് ഈ വഴി പ്രശ്നമായതുകൊണ്ട് സാധനങ്ങൾ ഇറക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ ഈ ഏഷ്യ 45:2-3 അവരോട് ചെല്ലാൻ പറഞ്ഞ് അത് ചൊല്ലി 2 ദിവസം കഴിഞ്ഞപ്പോൾ വഴിയും തുറന്നു കൊടുത്തു. അപ്പോൾ ഇന്ന് മുതൽ അവരുടെ വീട് പണി ആരംഭിക്കുകയാണ്. അതിനൊരു1000 നന്ദി. അമ്മയ്ക്കും ഈശോയ്ക്കും ഈ ഉടമ്പടിയിലൂടെ എനിക്ക് തന്ന ആയിരങ്ങൾക്ക് പ്രത്യേകം നന്ദി. പിന്നെ അതുപോലെ ആളുടെ കാലിലൊരു ദിവസം രാത്രി പെട്ടെന്ന് വേദന വന്നിട്ട് ഞരമ്പുകളൊക്കെ ഉരുണ്ട് കൂടിയിട്ട് ഭയങ്കര വേദന. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഉടമ്പടി തൈലെടുത്തിട്ട് ഒന്ന് പെരട്ടി നോക്കട്ടെ, എന്നിട്ട് മാറങ്ങി പോകാമെന്ന് വെച്ചു. ഉടമ്പടി തൈലിട്ട് പെരട്ടി വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി വേഗം കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്തു. നമ്മുടെ ഈ പ്രഭാസത്തിൽ ഉപ്പ് അതൊരു പ്രത്യേക ഒരു അനുഗ്രഹം തന്നെയാട്ടായി ഉപ്പ്. അപ്പോൾ ഈ ഉപ്പിട്ടിട്ട് വേഗം വെള്ളം കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര അതിശയായി, വളരെ മാറി കാലൊക്കെ വെച്ച് നടക്കാനൊക്കെ പറ്റി. പിന്നെ ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ അതുപോലെ ഞാൻ പരിശുദ്ധ പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടായാൽ അത് പള്ളിയിലൊന്നും കൊണ്ട് വെക്കില്ല, എല്ലാവരുടെ കയ്യിലും കൊടുക്കും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറേ സാധാരണക്കാർ, മക്കളില്ലാത്തവർ, അതുപോലെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെയാണ് ഞാൻ കയ്യിൽ പറഞ്ഞു കൊടുക്കും. വളരെ അനുഗ്രഹമാണ്. ആ ക്രൈസ്തവർക്കൊന്നും ഒരു മടിയില്ല, അവരൊക്കെ നമ്മളെ കാത്തിരിക്കും ഈ പത്രം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാനും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം മുമ്പ്. അതേപോലെ ഹോസ്പിറ്റലിലായാലും അങ്ങനെ ആര് കൊടുത്താലും ഇതുവരെ നിരാകരിച്ചിട്ടില്ല, എങ്ങനെ ഞങ്ങൾക്കിത് വേണ്ട എന്നുള്ളത്. പിന്നെ എനിക്കൊരു പണിയുണ്ട്, നമ്മൾ ഈ യൂട്യൂബിലും ഇതിലൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ സാക്ഷ്യത്തിന് ചിലപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത സാക്ഷ്യങ്ങളാവും കുഞ്ഞുങ്ങളുണ്ടായത്. അതൊക്കെ ഞാൻ അതിനനുസരിച്ചിട്ട് ആൾക്കാർക്കാണ് അയച്ചു കൊടുക്കുക. അപ്പോൾ ഒരു അക്ഷരം എടുത്തിട്ട് അതിൽ ആർക്കൊക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു 10-15 ആൾക്കാർക്ക് ആ സാക്ഷി അയച്ചു കൊടുക്കും. അപ്പോൾ അവരാണ്ട് പറയും എന്തായാലും ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ എങ്ങോട്ടായാലും അങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രത്യേക ഒരു ഇതുള്ളത് വെച്ചാൽ ഈ സാക്ഷ്യം കൂടുതൽ കേൾക്കലും മറ്റേ ധ്യാനം കേൾക്കലും ഫുൾ ടൈം ഇതാണ്. എനിക്ക് ഭ്രാന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ. എന്താ വെച്ചാൽ TV വെക്കുകയില്ല, സിനിമാ പാട്ട് കേൾക്കില്ല. ഒരു വർഷം ഞാൻ കുറേ ഇതുപോലെ സിനിമാ പാട്ട് കേൾക്കാണ്ടും സിനിമകളല്ലെങ്കിലും കാണാറില്ല, അങ്ങനെ ന്യൂസ് കേൾക്കില്ല. അങ്ങനെ കൂടുതൽ ആത്മീയതയിലേക്ക് തന്നെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഒരാളൊന്ന് പറഞ്ഞാൽ അപ്പം മറുപടി കൊടുക്കും. എനിക്കറിയില്ല എങ്ങനെ ഇത് പറഞ്ഞതെന്ന്. പെട്ടെന്ന് തന്നെ ദേഷ്യം വന്ന മറുപടി പറയും. പല്ല് കടിച്ചിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നത്. എനിക്ക് ആദ്യത്തെ 3 മാസം കൂടുതൽ എനിക്ക് വിശുദ്ധിയാണ് എനിക്ക് വേണ്ടതെന്ന് മനസ്സിലായി. മറ്റുള്ള ധ്യാനകേന്ദ്രങ്ങളുടെ പോലെയല്ല, ഇവിടെ ഈ ഉടമ്പടി എടുത്തത് കൂടുതൽ നമ്മളെ വിശദീകരിക്കലാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് മനസ്സിലായി. അപ്പോൾ അതിനാണ് ഞാൻ കൂടുതൽ ശ്രമിച്ചത്. എപ്പോഴും പരിശുദ്ധാമവേനെ നിറയ്ക്കണമെന്ന് തന്നെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, ദിവസവും കുർബാനയ്ക്ക് പോകും. എത്ര ബുദ്ധിമുട്ടായാലും മഴയായാലും ഇടിയായാലും ഒക്കെ ഞാൻ കുർബാനയ്ക്ക് പോകും. അതുപോലെ ഞങ്ങൾ രാത്രി 12 മണിയായാലും മറ്റേ കുടുംബ പ്രാർത്ഥന മുടക്കില്ല. രാത്രി എത്ര വൈകിയാലും അത് ചൊല്ലിയിട്ട് തന്നെ കിടക്കുള്ളൂ. അതുപോലെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ 4 പുതുക്കണവരെ ഈ 2 നേരമുള്ള പ്രാർത്ഥന, അതിൻ്റെ ഇടയിൽ കല്യാണം വന്നാലും പെരുന്നാൾ വന്നാലൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറിയ വീടാണ്. അപ്പോൾ പക്ഷേ ഞാൻ അടുക്കളയിൽ പോയിട്ട് പ്രാർത്ഥിക്കും. അതൊരിക്കലും മുടക്കിയിട്ടില്ല. എനിക്കത് എവിടെ പോയാലും ഞാൻ ഈ മെഴുകുതിരി ഇതും കൊണ്ടുപോയുള്ളൂ, അത് മുടക്കിയിട്ടില്ല ഇതുവരെ. പിന്നെ അതൊക്കെ പ്രത്യേക ഒരു നമുക്ക് ചെല്ലിയില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നു. പിന്നെ അതുപോലെ പിന്നെ ഈ പാവങ്ങൾക്ക് ഡിസേബിൾ ആയിട്ടുള്ളത് മെൻ്റലി മറ്റേ ശാരീരികമായി മാനസികമായിട്ട് വിഷമിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങളതുപോലെ ഫുഡ് കൊടുക്കും. പിന്നെ അതുപോലെ എനിക്കൊരു പണിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്ത സാധനങ്ങൾ ഞങ്ങളുടെ അടുത്തൊക്കെ അതുപോലെ പണിയില്ലാത്തവരൊക്കെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോ ദിവസവും ഉപ്പേരി വയ്ക്കാനുള്ള ഓരോ സാധനങ്ങൾ കൊണ്ട് കൊടുക്കും. നമുക്കിപ്പോൾ വീട്ടിൽ എന്തായാലും കൃഷി ചെയ്ത് കിട്ടിയ
അതൊക്കെ ഓരോ ദിവസം ഇത്ര സഹായം ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത്ര അഞ്ചാൾ പേർക്ക് സഹായം ചെയ്തു, ഒരു ദിവസം ഇത്ര പറ്റി. അങ്ങനെ ഇതിൽ ഞാൻ അപ്പോൾ ഇതൊക്കെ ഇതുപോലെ എല്ലാം പൊട്ടിച്ചിട്ട് ഓരോ വീട്ടിൽ ഇന്ന വീട്ടിൽ ഇന്ന് കൊടുത്താൽ നാളെ വേറെ വീട്ടിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ ആരും അന്ന് ഇതുപോലെ വയ്യാന്ന് പറഞ്ഞാലും അക്രൈസ്തവരായാലും ആരായാലും ഞാൻ ഈ തൈലം പരട്ടി കൊടുക്കും, കുറച്ച് ഉപ്പ് കൊടുക്കും, അതുപോലെ ലോക്കറ്റ്. അവർക്കൊക്കെ അത് വലിയ സന്തോഷം കേട്ടോ. നമ്മൾ ക്രിസ്ത്യൻസ് മാത്രമല്ല അക്രൈസ്തവരായാലും അവർ വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മളെക്കാളും വിശ്വാസത്തിൽ. അതുപോലെ ഞങ്ങളൊരു 10-25 പേരെ ഇവിടെ ഈ സമയം കൊണ്ട് കൊണ്ടുവന്നുണ്ടാവും. പിന്നെ അതുപോലെ സ്കൂളിലായാലും എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ. എൻ്റെ ക്ഷമ കണ്ടിട്ടുണ്ട് 4-5 പേര് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഉടമ്പടി എടുത്തത് ഇവിടെ. അവർക്ക് ഞാൻ അത്രയും ഭയങ്കര ദേഷ്യത്തിൽ സംസാരിച്ചിരുന്നു. അതുപോലെ എന്തെങ്കിലും ഉണ്ടായാലും ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരുന്നു. ജപമാല റാണി ആവേ 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 മരിയ.